പെങ്ങളടക്കം എന്റെ ഉമ്മ അടക്കം വണ്ടിയിൽ നിന്ന് കരയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനൊരു മനുഷ്യനാണ്. നീ മനുഷ്യനായിരുന്നോ? നിന്റെ പ്രവൃത്തി കണ്ടിട്ട് മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ മോൻ അവിടെ ഇരുന്ന് ചെയ്തത്. എന്നിട്ട് ഞാൻ മനുഷ്യനാണെന്ന് വിശ്വസിച്ചു. ചെയ്യുമ്പോ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. എടാ, അത്ര സങ്കടമാണെങ്കിൽ നീ ആ കാറ് കൊണ്ടുപോയി ഷോക്കേസിൽ വെച്ച് അങ്ങ് പൂട്ട്. നീ അത് റോട്ടിൽ ഇറക്കണ്ട, ഷോക്കേസിൽ വെച്ച് അങ്ങ് പൂട്ട്. എന്തിനാ ഇറക്കിയിട്ട് സ്വയം തല്ലിപ്പൊളിക്കാനോ? എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ അയ്യോ എനിക്ക് പോയേന്ന് പറഞ്ഞിരുന്ന് കരയാനോ? നിഷാൻ ഷാജഹാൻ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുന്ന രണ്ട് അലവലാദികൾ, അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെ മാസ് കാണിക്കാം എന്ന് പറഞ്ഞു നടക്കുന്ന രണ്ട് പരനാറികൾ. നിഷാൻ എന്ന് പറയുന്ന മഹാൻ പാലസ്തീൻ വിഷയത്തില് അഖിൽമാരാറിനെതിരെ ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ കത്തിക്കേറുന്നു. അതുവഴി അവന് കുറച്ച് സപ്പോർട്ട് കയറുന്നു. അഖിൽമാരാറിന് കുറെ നെഗറ്റീവ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് തൊട്ട് പിറകെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ നിഷാൻ എന്ന് പറയുന്ന ചെറ്റ ഒരു വീഡിയോ ഇടുന്നു. അയ്യോ, എന്റെ വീട്ടുകാരുടെ കൂടെ പോകുമ്പോ എന്റെ കാർ ആരോ തല്ലിപ്പൊളിച്ചു, ആക്രമിക്കാൻ ശ്രമിച്ചു, ബ്ലാ 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 ബ്ലാ. അതിന് തൊട്ടു പിറകെ മറ്റേ ഹനുമാനൊക്കെ വരുന്നത് പോലെ രക്ഷകനായിട്ട് വന്ന മഹാനാണ് ഷാജഹാൻ. നിഷാന്റെ കാറ് തല്ലിപ്പൊളിയേ ഒരു സ്ക്രിപ്റ്റ്, ഷാജഹാൻ മാമന് അതിനേക്കാൾ വലിയ സ്ക്രിപ്റ്റ്. PSG എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടാക്കി അതിന്റെ അകത്തുള്ള പിള്ളേർക്ക് മര്യാദക്ക് ഫുഡ് കൊടുക്കാതെ ആ പിള്ളേരെ പഠിക്കാൻ പോലും വിടാതെ പിടിച്ചു വച്ചേക്കുന്നു. തൊപ്പിയാവാനുള്ള ശ്രമ. എന്നിട്ട് നടന്നതോ ഉള്ള വിലയും പോയി. നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെ തൊലിഞ്ഞ് കരഞ്ഞ് മെഴുകി നടക്കേണ്ട അവസ്ഥ. കഷ്ടം. അച്ചുപൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ചങ്കാറെ. ആ അടിച്ചുപൊളിച്ചവനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു കേസ് എന്താന്ന് വെച്ചാല്, ഇവന്റെ ഒരു മുഖോ അല്ലെങ്കിൽ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകൾ ഭയങ്കരം തന്നെയാണ്. നമ്മൾ ഓന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ്. ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഓന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറം ലോകത്തിൽ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ നമ്മളോട് പറയുന്നത്. നമ്മളെ നിഷാന്റെ ഫാദറിനെ ഞാൻ സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പർക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ മൂപ്പര് ഇപ്പൊ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ട് ചങ്കാളെ. നിഷാനെ ആർക്കെന്താ ഇനി പറയാനുള്ളത്? ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ രീതിക്ക് പോകുന്ന ഒരാളല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ എന്റെ വാപ്പയാണെങ്കിൽ അവിടെ സൗദിയിലാണുള്ളത്. അപ്പോൾ വാപ്പാക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കും. പിന്നെ അത് കൂടാതെ എന്താ പറയാ, ഞാനിപ്പോ അവർ കറങ്ങി വീഡിയോ ഇട്ടതിന്റെ പേരിൽ കുറെ പേര് എന്നെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ സ്വന്തം ഫാമിലി ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോ എന്റെ സ്വന്തം പെങ്ങളടക്കം എന്റെ ഉമ്മ അടക്കം വണ്ടിയിൽ നിന്ന് കരയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനൊരു മനുഷ്യനാണ്. നീ മനുഷ്യനല്ലടാ, നീ വെറും, നിന്റെ വായില് വേറെന്തൊക്കെയോ ആണ് മോനെ വരുന്നേ കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞാൻ അന്നത്തെ ആ സംഭവത്തിന് ഈ തെണ്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തില്ല. ഞാൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഈ പരനാറിയുടെ നാടകത്തില് ഞാനും പെട്ടുപോയനെ. ഇമോഷനാവും, എനിക്ക് ഫീലിങ്സ് വരും. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടടക്കുമ്പോ, ഒരു വണ്ടി കൊണ്ടടക്കുന്ന ഒരാൾക്കറിയാം ആ ഒരു വണ്ടിയിൽ ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നുള്ളത് എനിക്കറിയാം. എടാ, നിനക്ക് അത്രയും സങ്കടം ഉണ്ടെങ്കിൽ നീ ആ വണ്ടി കൊണ്ടുപോയി ഷോക്കേസിൽ വെച്ച് അങ്ങ് പൂട്ട്, അല്ലെങ്കിൽ വല്ല ബാങ്ക് ലോക്കറിലും കൊണ്ടുപോയി അങ്ങ് അടക്കി. അല്ല, പ്രശ്നം അവിടെ തീർന്നല്ലോ. ഒരു ഉളുപ്പില്ലാതെ വണ്ടി സ്വയം തല്ലിപ്പൊളിക്കാൻ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അന്ന് ആ കരഞ്ഞ് മെഴുകി വല്ല ഗ്ലിസറിനും കിട്ടിയായിരുന്നു മോനെ നിനക്ക്? അല്ല, ഇങ്ങനെ കരഞ്ഞ് മെഴുകാനേ ഗ്ലിസറിൻ വല്ലതും കിട്ടിയായിരുന്നോ? ആരാ കൊണ്ടു തന്നേ? അല്ലാണ്ട് സ്വയം തല്ലിപ്പൊടിച്ചിട്ട് ഇതുമാതിരി കരഞ്ഞ് മെഴുകത്തില്ലല്ലോ, ഗ്ലിസറിനൊന്നും ഇല്ലാത്ത. അതുകൊണ്ടാ കൊണ്ടുനടക്കുന്ന വണ്ടിയാ ആ വണ്ടി. ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത്, ആ നടന്ന സമയത്ത് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു പേരും പറഞ്ഞിട്ട് നീ ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ? അങ്ങനെ വിമർശിക്കാനുള്ള കഴിവ് നല്ലോണം ഉണ്ട്. നീ അങ്ങോട്ട് വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ 100% ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇനിയൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ
100% ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കൂല. ആളുകള് ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ പുറത്തു വിടുന്നതാണ്. പിന്നെ ന്യായപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അവർ നീക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിലേക്ക് കാണരുത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയല്ല. ഇതിൽ പറയാനുള്ളത് വെച്ചാല് വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ദയനീയ അവസ്ഥ എന്റെ വീട്ടിൽ. കാരണം അവന്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ്. പിന്നെ അവന്റെ മദർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വിഷം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാരണത്തിന്റെ പേരിൽ എന്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അത് ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് എന്റെ ഉപ്പ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ആ ഒരു വ്യക്തിനെ ഞങ്ങൾ ഇവിടെ റിവീൽ ചെയ്യാൻ നിൽക്കുന്നത്. ഇതൊക്കെ അവര് പറഞ്ഞതാണോ അല്ല നിന്റെ ഒക്കെ സ്ക്രിപ്റ്റിലുള്ളതാണോ? ഇതൊക്കെ നിന്റെ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളാണോ അതോ അതൊക്കെ അവന്റെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണോ? അല്ല അറിയാൻ വേണ്ടിട്ടാ. അല്ല വിശ്വസിക്കാൻ പറ്റത്തില്ലേ? നിന്നെയൊക്കെ ഇനി കൂട്ടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അമ്മാതിരി തെണ്ടിത്തരമാണ് നീയൊക്കെ കൂടി കാണിച്ചു കൂട്ടിയേക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ പറയുന്ന ഓരോ കാര്യത്തിനും സംശയിക്കേണ്ടി വരും. ഇവന്മാര് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഏതോ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്ന് തല്ലുന്ന ഒരു വീഡിയോ. ആ ചെറുക്കന് 5000 രൂപയും കൊടുത്തിട്ടാണ് ഈ നാടകത്തിന് അഭിനയിപ്പിച്ചേക്കുന്നത്. ഉളുപ്പില്ലാത്ത മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു തെണ്ടിയാണ് ഈ ഷാജഹാൻ. ഇങ്ങനെ ഈ പോക്കാണെങ്കിൽ നാളെ സ്വന്തം തന്തേനെ വരെ തല്ലും. മാസാണല്ലോ. തൊപ്പിയായിട്ട് ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കി, മാസ് കാണിക്കാൻ നോക്കി, അതിന് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോ മറ്റേ മണവാളനും ഈഗിളും ഇവരുടെ അടുത്ത് പോയിട്ട് ഒരു മാസ് കാണിക്കാൻ നോക്കി, അതും പറ്റിയില്ല. അപ്പൊ മാസ് കാണിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇത്. അതിന് ഇങ്ങരുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അങ്ങ് അഭിനയിച്ചു. ഇതിനെ കൂട്ടു നിൽക്കാൻ അതിനേക്കാളും വേറെ കുറെ വിവരമില്ലാത്ത കഴുതകൾ വേറെയും. ഇനി ആ ചെക്കനെ, അതായത് ഇവരെ പിടിച്ചോണ്ട് വന്ന തല്ലുന്ന ഒരു ചെറുക്കനുണ്ടല്ലോ, അവൻ ഇതിനെ സമ്മതിച്ചിട്ടുള്ള എന്തിനാണെന്നുള്ളത് കാതരക്കരിപ്പൊടി എന്ന് പറഞ്ഞൊരു ഇക്ക ചോദിക്കുന്നുണ്ട് ഇവരെ വിളിച്ചിട്ട്. അതിന്റെ വോയിസ് ഒന്ന് കേൾപ്പിച്ചു. ആ ചെക്കൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രിയേറ്റ് നാടകം ചെയ്യാൻ അവൻ സമ്മതിക്കാൻ റീസൺ വേണ്ടേ? അപ്പൊ അതൊരു പ്ലാൻ അല്ലേന്ന് പൈസ കൊടുത്തോ? എത്ര കൊടുത്തു? 5000 രൂപ ഇത്രയൊക്കെ വലിയൊരു പ്രശ്നത്തിന്. അപ്പൊ അവന്റെ ഫാമിലി നീ ഇപ്പൊ അവനെ തല്ലുമ്പോ ഈ പ്ലാനഡ് ആണെന്ന് അവന്റെ ഫാമിലിക്ക് അറിയാമായിരുന്നോ? അവന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. ഇവന്മാര് ആ ചെറുക്കനെ പൈസയും കൊടുത്ത് വിളിച്ചോണ്ട് വന്ന് ഇങ്ങനെ ഒരു നാടകം അങ്ങ് കളിച്ചു. ഉളുപ്പില്ലാത്ത തെണ്ടികള്. പിന്നെ അഖിൽമാരാറിനെ ആണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ആൾക്കാര് സംശയിച്ചതും വിമർശിച്ചതും മറ്റേ ചീത്ത വിളിച്ചതും ഒക്കെ. അപ്പൊ അഖിൽമാരാർ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു തലയ്ക്ക് ബോധവും വെളിവും ഇല്ലാത്ത ഒരുവൻ ഞാൻ പോകുന്ന വഴിയിൽ എന്റെ വാഹനം ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ആക്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് കേരളത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറുകയും തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി മാറും. കാരണം ആരെങ്കിലുമൊക്കെ അഖിൽമാരെ അനുകൂലിക്കും, ആരെങ്കിലുമൊക്കെ നിഷാനെ അനുകൂലിക്കും. അങ്ങനെ നിഷാനെ അനുകൂലിക്കുന്നവരും അഖിൽമാരെ അനുകൂലിക്കുന്നവരും അടിസ്ഥാനപരമായിട്ട് അനുകൂലിക്കാനുള്ള കാരണം എന്താണ്? ഒരുവൻ ഹിന്ദുവും ഒരുവൻ മുസൽമാനും ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഈ നമ്മുടെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഒരു വർഗീയ കലാപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഡ്രാമ നടത്തി കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ടുപേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവർ എത്രത്തോളം മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. ജാതി മതം ഇതൊരു വലിയ വിഷയമാണ് നമ്മുടെ ഇടയില്. മതം എന്ന് പറയുമ്പോ തന്നെ പൊട്ടാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലാണ് ഈ ഒരു അലവലാതി നാടകം ചെറ്റ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളപ്പോ വല്ലതും സംഭവിച്ചായിരുന്നെങ്കിൽ അപ്പൊ ഇവന്മാർ അതിന് സമാധാനം പറയുമായിരുന്നോ? ഇവന്മാരൊന്നും അറിയാതെ പോലെ ഇരുന്ന് ചിരിച്ചേനെ ചെറ്റകള്. ഇവന്മാർക്കൊക്കെ വിവരമില്ലായ്മയുടെ പ്രശ്നമാണോ അതോ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു തരം വെകിളി പിടിച്ചതിന്റെ വല്ല കുഴപ്പമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിറകെ വരുന്ന ഭവിഷ്യത്ത് വല്ലതും ഇവന്മാർ ആലോചിക്കുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിരുന്ന് മെഴുകി കാല് പിടിച്ചിട്ടൊന്നും ഓരോ കാര്യം ഉണ്ടാകത്തില്ല. ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങള് തെണ്ടിത്തരങ്ങള് കാണിക്കാൻ നിൽക്കുമ്പോ ആദ്യം അത് ആലോചിക്കണം. മനസ്സിലായോ?
ബോധമില്ലാത്ത കുറെ എണ്ണങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അതിനേക്കാള് ബോധവും വിവരവും ഇല്ലാത്ത വേറെ കുറെ ഊളകള് ഇതുപോലെയുള്ള തെണ്ടിത്തരവും കാണിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പൊളിഞ്ഞല്ലോ, നാടകം പൊളിഞ്ഞ് കൈ കിട്ടിയല്ലോ, സമാധാനം, സന്തോഷം. ശരി എന്നാ.